വോട്ടിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ കുറവ്. ജില്ലയുടെ മൊത്തം വോട്ടിംഗ് ശതമാനവും കോർപ്പറേഷനിൽ പോൾ ചെയ്ത വോട്ടും കഴിഞ്ഞ തവണത്തെ നിലയിലെത്തിയില്ല. കണക്കുകൾ വിജയപ്രതീക്ഷയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ. കണ്ണൂർ ജില്ലയിൽ ഇന്ന് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 77.34% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ ഇത് 78.81%. കണ്ണൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ ചെറിയ തോതിലുള്ള വോട്ടിംഗ് നില കുറവുണ്ട്. കഴിഞ്ഞ തവണ 72.41% ഇത്തവണ അത് 69 ചുരുങ്ങി. 3% ഇത്തവണ കോർപ്പറേഷനിൽ വോട്ടിംഗ് നില കുറവ് വന്നിരിക്കുന്നത്. ഇത് മുന്നണികൾ വിലയിരുത്തുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ കുറവ് അവരുടെ ജയസാധ്യതകളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ്. LDF പറയുന്നത് ജയസാധ്യതകളെയും ആത്മവിശ്വാസത്തെയും ഈ വോട്ടിംഗ് നില ഒരു തരത്തിലും ഭയപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അതേസമയത്ത് UDF പറയുന്നത് കഴിഞ്ഞ തവണ നിലനിർത്തിയ മേൽക്കോയ്മ ഇത്തവണയും നിലനിർത്തുമെന്ന് തന്നെയാണ്. നഗരസഭകളിൽ നോക്കുകയാണെങ്കിൽ ആന്തൂർ തന്നെയാണ് ഇത്തവണയും ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ മേഖലയായി നിലനിൽക്കുന്നത്. ഇവിടെ 86% പോളിംഗ് എന്നാണ് അവസാനം ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ തവണ 89 ആയിരുന്നു ആന്തൂർ നഗരസഭയിലെ പോളിംഗ്. ആന്തൂരിന് പിന്നാലെ CPMന്റെ ശക്തി കേന്ദ്രം അല്ലെങ്കിൽ LDFന്റെ ശക്തി കേന്ദ്രമായി വിലയിരുത്തപ്പെടുന്ന പയ്യന്നൂർ, അതുപോലെ തന്നെ കൂത്തുപറമ്പ്, തലശ്ശേരിയാണ് അതിന് തൊട്ടു പിന്നിലുള്ളത്. UDFന്റെ ശക്തി കേന്ദ്രമായ തളിപ്പറമ്പിലും ശ്രീകണ്ഠപുരത്തും നല്ല നിലയിലുള്ള പോളിംഗ് തന്നെ ഇത്തവണ രേഖപ്പെടുത്തുകയുണ്ടായി. പാനൂരിലാണ് ചെറിയ തോതിലുള്ള ഒരു ഇടിവുണ്ടായത്. ഇവിടെ 71.34% പാനൂരിലുള്ള വോട്ടിംഗ് നില. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്ന് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ എവിടെയും കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അക്രമ സംഭവങ്ങൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പോലീസിൻ്റെ വലിയ തരത്തിലുള്ള ശ്രദ്ധ, പോലീസിൻ്റെ സാന്നിധ്യം എല്ലാ ജില്ലയുടെ ഉടനീളമുള്ള മേഖലകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അക്രമ സംഭവങ്ങൾ കാര്യമായ രൂപത്തിലൊന്നും ഉണ്ടായിട്ടില്ല. വെബ്കാസ്റ്റിംഗ് ഉള്ളതുകൊണ്ട് വോട്ടിങ്ങിലുള്ള സുതാര്യതയും നിലനിർത്താനായി എന്നുള്ളതാണ് അധികൃതരുടെ ഒരു വിലയിരുത്തലുള്ളത്.